തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മൂലബിംബവും 30 പരിവാര ദേവതകളുടെ ബിംബവും നവീകരിക്കുന്ന പ്രവൃത്തികൾ തുടങ്ങി. 270 വർഷങ്ങൾക്ക് മുൻപാണ് മൂലബിംബവും പരിവാര ദേവതകളും നിർമ്മിച്ചത്. കാലക്രമേണയുണ്ടായ ന്യൂനതകൾ പരിഹരിക്കാനാണ് നവീകരണം. ഫെബ്രുവരി 20-നാണ് കരാറിൽ ഒപ്പിട്ടത്. 3 നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് നവീകരണം. കാലക്രമേണ ഉണ്ടായ ന്യൂനതകൾ പരിഹരിക്കുന്നതിനാണ് ശ്രീ പത്മനാഭസ്വാമിയുടെ മൂലബിംബവും 30 പരിവാര ദേവതകളുടെ ബിംബങ്ങളും നവീകരിക്കുന്നത്. ദുരൈ കൃഷ്ണസ്വാമി, തിരുകൊഷ്ടിയൂർ മാധവൻ എന്നിവരാണ് ശില്പികൾ. നവീകരണത്തിന്റെ പ്രാഥമിക ചടങ്ങുകൾക്ക് ഗൗരി ലക്ഷ്മിഭായ് തമ്പുരാട്ടി നേതൃത്വം നൽകി. മുഖ്യ തന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഭരണസമിതി നവീകരണം നടത്തൽ അംഗീകരിച്ചിരുന്നു. തുടർന്ന് കഴിഞ്ഞ മാസം 20-ന് കരാറിൽ ഒപ്പിട്ടു. 2017-ൽ സുപ്രീം കോടതി നിയോഗിച്ച വിദഗ്ധ സമിതി ന്യൂനതകൾ കണ്ടെത്തിയിരുന്നു. കടുശർക്കര യോഗത്തിൽ നിർമ്മിതമായ മൂലബിംബത്തിലെ ന്യൂനതകൾ പരിഹരിക്കാൻ വിദഗ്ധ ശില്പിയുടെ അഭാവം കാരണം താൽക്കാലിക ഭരണസമിതിക്ക് കഴിഞ്ഞില്ല. ദുരൈ കൃഷ്ണസ്വാമിയുടെ ശില്പകലാ വിദ്യാഭ്യാസവും വൈഭവവും തിരുകൊഷ്ടിയൂർ മാധവന്റെ ദീർഘകാല പരിചയവും മികച്ച രീതിയിൽ നവീകരിക്കാൻ ഇടയാക്കും. മൂലബിംബത്തിന് സാരമായ കേടുപാടുകൾ ഇല്ലാത്തതിനാൽ ബാലാലയ പ്രതിഷ്ഠ ആവശ്യമില്ലെന്ന് മുഖ്യതന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനാൽ നവീകരണ സമയങ്ങളിലും ഉത്സവങ്ങളും വിശേഷ ചടങ്ങുകളും നടത്തുകയും ചെയ്യാം. ജനം, തിരുവനന്തപുരം.